തിരുവനന്തപുരത്തെ പോലെ തന്നെ കോഴിക്കോട്ടെ വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാളയം മാർക്കറ്റ്. പാളയം മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ദിൽഷയുണ്ട്. ദിൽഷ, രാവിലെ നമ്മൾ പാളയം മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത്ര കണ്ട് സജീവമായില്ല, കാരണം ആൾക്കാരൊക്കെ എഴുന്നേറ്റൊന്ന് സെറ്റായി വരുന്ന സമയമാണല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും സജീവമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. എന്താണ് പാളയം മാർക്കറ്റിലെ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയോ? തീർച്ചയായിട്ടും സേതു, നമ്മൾ രാവിലെ കണ്ടതാണ്, അത്ര സജീവമായിരുന്നില്ല. മാത്രമല്ല മഴയായിരുന്നു. മഴ വലിയ രീതിയിലുള്ളൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വ്യാപാരികളൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. കാരണം ഈ ഉത്രാടത്തിൻ്റെ ദിനത്തിലാണ് ഇവർക്ക് ഈ കച്ചവടത്തിൽ വലിയൊരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ ഈ ദിവസം മഴയാണെങ്കിൽ അത് വലിയ രീതിയിൽ വ്യാപാരത്തെ ബാധിക്കും. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിലൊക്കെ നോക്കിയാൽ അറിയാം, വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ലോഡൊക്കെ ഇറക്കുകയാണ്. സാധാരണ ഈ സമയമാകുമ്പോഴേക്ക് ലോഡൊക്കെ ഇറക്കിയിട്ട് എല്ലാവരും പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ മഴ മാറിയ സമയം നോക്കിയിട്ട് ഇവർ വേഗം ലോഡുകളൊക്കെ ഇറക്കുകയാണ്. അതുപോലെ തന്നെ സാധനം മേടിക്കാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, എങ്ങനെയായി ഓണം ഇവിടം വരെ എത്തി? ഓണത് സാധാരണ വാങ്ങാൻ പച്ചക്കറിക്ക് വിലയൊക്കെ എങ്ങനെയുണ്ട്? ആ പച്ചക്കറിക്ക് വില ഇന്നൊക്കെ കുറവ്. അപ്പോൾ എങ്ങനെ ഓണസദ്യ? നമ്മൾ നോൺ വെജിറ്റേറിയൻ ഓണസദ്യയാണ്? നോൺ വെജിറ്റേറിയൻ തന്നെ. എന്തായാലും മീനും ഇറച്ചിയൊക്കെ നമ്മുടെ സദ്യയിലുണ്ട്. സേതു പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികൾ മാത്രമല്ല, മീനും ഇറച്ചിയൊക്കെ എന്തായാലും പ്രത്യേകിച്ച് മലബാറുകാരുടെ ഓണസദ്യയിലെ പ്രധാന ഘടകമാണ്. നമുക്ക് വ്യാപാരികളോടും കൂടി ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് ഉത്രാടമായിട്ട്? കച്ചവടം മഴയല്ലേ, അല്ല കുഴപ്പമില്ല. മഴ ചെറിയ പ്രശ്നമാണ്. പ്രശ്നമാണ്. അപ്പൊ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം ഉണ്ടോ? കച്ചവടം മഴ കാരണമാണ്, കുഴപ്പമില്ല. എങ്ങനെയാണ് ഇന്നിപ്പോ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാവും. എങ്ങനെയുണ്ട് പച്ചക്കറികൾക്കൊക്കെ വില? കച്ചവടം വളരെ വില കുറവാ. ചേട്ടൻ്റെ വീട്ടിലാണോ? ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ മഴ തന്നെയാണ് വ്യാപാരികളെ ചെറിയ രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഇന്നാണ് വലിയൊരു പ്രതീക്ഷയുള്ളത്. രാവിലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയായിരുന്നു. അതുകൊണ്ട് ലോഡ് ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വ്യാപാരികൾ പറഞ്ഞു. അതുപോലെ തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതൊക്കെ തന്നെ ഇപ്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിലൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ ആളുകൾ വരും മണിക്കൂറുകളിലെത്തും. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം ഇപ്പോൾ മോശമാണ്, മഴ ഇതിനെ കൊണ്ട് മോശമാണ്. മഴ പെയ്തതുകൊണ്ട് മോശമാണ്. പച്ചക്കറികൾക്കൊക്കെ എങ്ങനെ വില? ആളുകൾ എത്തുന്നുണ്ടോ? ഒരു മിതമായ വിലയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഉൾച്ചേർച്ച വരും, വെയിലർച്ച വരും. രാവിലെയൊക്കെ മോശമാണ്. സേതു, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്കാണെങ്കിലും ഇവിടുത്തെ വ്യാപാരികൾക്കാണെങ്കിലും ഒരു വികാരമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. എന്നാൽ അടുത്ത വർഷത്തെ ഓണത്തിന് പാളയം പച്ചക്കറി മാർക്കറ്റ് ഇതുപോലെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം കോർപ്പറേഷൻ കല്ലുത്തങ്കടവിലെ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് മാർക്കറ്റ് മാറ്റുകയാണ്. എന്നാൽ വ്യാപാരികൾ അതിൽ പ്രതിഷേധത്തിൽ തന്നെയാണ്. വ്യാപാരികൾ അതിനോട് യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് തന്നെ ശരി ദിൽഷ, അപ്പൊ പാളയം മാർക്കറ്റിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോ നേരെ നമുക്ക് എറണാകുളത്തെ കാഴ്ചകൾ കൂടി കാണാം. ഷീന, എന്തായി കൊച്ചിയിലെ കാര്യം? കൊച്ചിയിൽ ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയോ? സേതു, കൊച്ചി ഓണായിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ തന്നെ ലോഡ് ഇറക്കുന്ന തിരക്കുകളൊക്കെ ആയിരുന്നു വ്യാപാരികൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ ക്രമീകരിച്ച് തുടങ്ങി. എല്ലാവരും വിലവിവര പട്ടികയൊക്കെ തയ്യാറാക്കി തുടങ്ങി. എല്ലാം ക്രമീകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് വ്യാപാരികൾ എല്ലാവരും ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറിക്കൊക്കെ വില കുറഞ്ഞത് തന്നെയാണ് ഇത്തവണ ഏറ്റവും ആശ്വാസകരമായി തോന്നുന്നത്. ഇപ്പോൾ വാങ്ങാൻ വരുന്നവർക്കാണെങ്കിലും ഈ വില കുറഞ്ഞത് തന്നെ വലിയൊരു ആശ്വാസമാണ്. നമ്മൾ ഈ വില കൂടുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞത് വലിയൊരു സമാധാനമാണ് അല്ലേ? വില കുറഞ്ഞോ? വില പഴയതിലും വ്യത്യാസമുണ്ട്. നിലവിൽ നേരത്തെ അത്ര വിലയില്ല നിലവിൽ. എന്തായാലും നമുക്കിപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എല്ലാ സാധനത്തിനും വില കൂടുതലായിരുന്നു. പഴയതിലും ഒരു വ്യത്യാസമുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ കുറേ എത്തിയിട്ടുണ്ട് നിലവിൽ. അങ്ങനെയങ്ങ് പോകുന്നു നിലവിൽ. പിന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങിയുള്ളൂ. രാവിലെയൊക്കെ തിരക്കായി വരുന്നുള്ളൂ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? തുടങ്ങിയിട്ടുള്ളൂ. ഈ ബ്രോഡ്വേയിലുള്ളത് മാത്രമാണോ അതോ ഇനി? എല്ലായിടത്തും ഉണ്ട്. മൊത്തത്തിൽ തിരക്കാണ്. ഈ മാർക്കറ്റിന്റെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ ഇത്തരത്തിൽ പച്ചക്കറി സ്റ്റോളുകളാണ്. നമ്മൾ ഈ പുതിയ നവീകരിച്ച നമ്മുടെ എറണാകുളം മാർക്കറ്റാണിത്. ഒരു വർഷമായിട്ടില്ല നമ്മുടെ എറണാകുളം മാർക്കറ്റ് നവീകരിച്ചിട്ട്. അപ്പോൾ ഈ മാർക്കറ്റ് നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഈ തട്ടുകളിലൊക്കെ ഇങ്ങനെ ചെറിയ വിലയ്ക്ക് 100 രൂപയ്ക്കൊക്കെ പച്ചക്കറികൾ കൊടുക്കുന്ന വളരെ ചെറിയ. എങ്ങനെയാണ് ചെറിയ രീതിയിൽ പച്ചക്കറി വിൽപ്പന നടത്തുന്നത്? ചെറിയ രീതിയിൽ ഇപ്പോൾ പയറൊക്കെ ഒരു 60 രൂപ. അപ്പോൾ വീട്ടിലൊക്കെ ആവശ്യമാണെങ്കിൽ 20 രൂപ വെച്ചിട്ടുണ്ട്, 350 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 60 രൂപ കിലോ
കൊടുക്കുന്നത്, ഹോൾസെയിലാണ് അങ്ങനെ രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ ഓരോ തട്ടുകളിലാക്കി വെച്ചു. ആവശ്യക്കാർക്ക് അത്യാവശ്യം ആവശ്യക്കാർ വരുമ്പോൾ അവരിപ്പോൾ ചെറിയ കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് 20 രൂപ വെച്ച് കൊടുക്കും. ശരി ഷീന, അപ്പം കൊച്ചിയിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എറണാകുളം ഓണായിട്ട് വരികയാണ്, ഉത്രാടപ്പാച്ചിലാണ്. നമുക്കിനി പാലക്കാട്ടേക്ക് കൂടെ പോകാം. കാരണം പാലക്കാട് അജിത്തുണ്ട്. അജിത്തെ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്കൊക്കെ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇത് മഴ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പൂ മാർക്കറ്റിലെ കച്ചവടക്കാർക്കൊക്കെ. അപ്പോൾ ഇപ്പം മഴയൊന്നും മാറിയിട്ടുണ്ടോ? അപ്പോൾ അജിത്തിന്റെ ഫ്രെയിം കാണുമ്പോൾ കുടയൊന്നുമില്ല, മഴയൊക്കെ മാറിയോ? സേതുലക്ഷ്മി, മഴ മാറി. അത് കുറച്ച് മുമ്പാണ് മഴ മാറിയത്, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും മഴ മാറിയത് കൊണ്ട് നമുക്ക് പറയാനുള്ളത് എല്ലാ പൂക്കളും ഇവിടെ ഉണ്ട്, ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത്തരത്തിൽ ഈ പൂക്കളെല്ലാം വാങ്ങാൻ ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പാലക്കാട് പൂ മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ വലിയ ആൾത്തിരക്കാവും. ഇപ്പോൾ വാടാമല്ലിയുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്, റോസാപ്പൂ ഉണ്ട്, ചെത്തിയുണ്ട്, അരളിയുണ്ട്. അടിച്ചു കയറി വാ എന്ന് പറയുന്നത് പോലെ ഭയങ്കര മനോഹരമായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പൂക്കളുടെ എല്ലാം അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവടക്കാരെല്ലാം തന്നെ ഈ പൂക്കളെല്ലാം ഓരോ വന്നിട്ടുള്ള ലോഡുകളായി വന്നിട്ടുള്ള പൂക്കളെല്ലാം തിരിച്ച് ഇവിടെ വിൽപ്പനയ്ക്കായി തയ്യാറെടുപ്പിക്കുകയാണ്. ഏതാണെങ്കിലും ആളുകൾ വന്നു തുടങ്ങി. പാലക്കാട് ഫുൾ ഓണാണ്. പാലക്കാടിൻ്റെ ഓണം രാവിലെ മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി. ആളുകൾ പൂ വാങ്ങാനായി എത്തിത്തുടങ്ങി. ഭംഗിയുള്ള നിറയെ കാഴ്ചകളുള്ള ഒരു തെരുവ് കൂടിയാണ് ഇവിടം. ഓരോ വർഷവും ഓണത്തിന് ഇവിടെ നടക്കുന്ന കച്ചവടമൊക്കെ അവരുടെ പ്രതിസന്ധി, അവർ മഴക്കാലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പൂവിൻ്റെ വില കൂടുന്നത്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ പല കാലത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ മിതമായ നിരക്കിൽ പച്ചക്കറി എന്ന പോലെ പൂവിനും അമിതമായ വിലയില്ല എന്നുള്ളത് ആളുകളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വലിയ തരത്തിൽ ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള വിലക്കുറവ്, വലിയ 100 രൂപയ്ക്ക് വരെ പൂ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏതാണെങ്കിലും കച്ചവടം പൊടി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആളുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. സന്തോഷകരമാണ്. മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടിച്ചു കയറി വാ, ആളുകൾ വരട്ടെ, ഇവരുടെ കച്ചവടം ഓണാവട്ടെ, ഓണം അടിപൊളിയാവട്ടെ. ശരി അജിത്ത്, അങ്ങനെ തന്നെ ആവട്ടെ. ഈ ഓണക്കാലം അത് മനോഹരമായി തീരട്ടെ. ഇനി നമുക്ക് ഒന്നും കൂടി തിരുവനന്തപുരത്തേക്ക് പോകണം. കാരണം തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഉത്രാടപ്പാച്ചിൽ എന്ന് വെച്ചാൽ അത് ചാല മാർക്കറ്റാണ്. ചാലയിൽ നിന്നാണ് തുടങ്ങുന്നത്, ചാലയിലാണ് തിരക്ക് വരുന്നത്. അപ്പോൾ ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, രാവിലെ 9 മണിയായി, ചാലയിലെ കാഴ്ച എന്താണ്? ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? കുറച്ച് എനിക്കൊന്നും ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ദർശിക്കാൻ പോലും പറ്റില്ല. 9 മണി സമയത്ത് എന്താണ് കാഴ്ച? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ തന്നെയാണ്. ഒരു 11 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമായും ചാല മാർക്കറ്റിൽ വലിയ തിരക്ക് അനുഭവപ്പെടുക. അത് വൈകുന്നേരം 7 മണി 8 മണിയോട് അടുപ്പിച്ച് തന്നെ ആ തിരക്ക് അങ്ങനെ തുടരും. അതാണ് ഈ ചാല മാർക്കറ്റിന്റെ പ്രത്യേകത. കാരണം ഈ ചാല മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിപ്പോകാമെന്നതാണ് ഈ വാങ്ങാനെത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനമായിട്ടുള്ളത്. ഇവിടെ ചെറുകിട വിൽപ്പനക്കാരുണ്ട്, വലിയ വിൽപ്പനക്കാരുണ്ട്. ഏത് തരം സാധനം വേണം അത് സെലക്ട് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. നേരത്തെ ഹാൻസ് അവിടെ പഴവങ്ങാടിയിൽ നിന്നും ഒരു ആളോട് ചോദിച്ചപ്പോൾ പത്മനാഭന്റെ നട വരെ ഓണം എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പത്മനാഭന്റെ നടയിൽ സ്വാഭാവികമായും ഈ കുട്ടിയുടുപ്പുകളും വളകളും പൊട്ടും ചാന്തും ഒക്കെ ആണെങ്കിൽ അത് ചാല മാർക്കറ്റിലേക്ക് കയറിയാൽ അതിന്റെ സ്വഭാവം ആകെ മാറുന്നു. എല്ലാ പച്ചക്കറി അടക്കം എല്ലാ സാധനങ്ങളും ഓണത്തിന് ഒരുക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളുമായി ഇവിടെ നിന്ന് മടങ്ങാമെന്നതാണ് ചാല മാർക്കറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് പത്മനാഭന്റെ നടയിലെത്തിയവർ ചാല മാർക്കറ്റിൽ കയറാതെ മടങ്ങുകയില്ല എന്നതാണ് വാസ്തവം. ഇവിടെ കച്ചവടക്കാരെല്ലാം വളരെ ആവേശത്തിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? ഉത്രാടപ്പാച്ചിൽ അങ്ങ് എത്തിയോ? ഉത്രാടപ്പാച്ചിൽ പഴയതുപോലത്തെ ഒരു സംഭവമൊന്നും അല്ല, പക്ഷെ നടക്കുന്നില്ല ഇപ്പോഴത്തെ പഴയ പോലെ. ഇപ്പോൾ ഓൺലൈൻ പരിപാടിയൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ വലിയ തിരക്കില്ല. എന്നാലും ആൾക്കാർ സുലഭമായിട്ട് സാധനം വാങ്ങിയുള്ള സംവിധാനമുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഈ രാവിലെ സമയങ്ങളിലൊക്കെ വലിയ തിരക്കാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരമല്ലേ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ? വൈകുന്നേരം ആകുമ്പോൾ അല്ലേ ആ ഒരു വൈകിട്ടാകുമ്പോഴത്തേക്ക് ഏകദേശം ഒതുങ്ങുന്ന സമയമാകുമ്പോൾ ആൾക്കാർ കൊണ്ട് കയറും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പച്ചക്കറി ലാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറും. പ്രതീക്ഷയുണ്ട്. സേതുലക്ഷ്മി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോൾ ആൾക്കാർ ശരി. അപ്പോൾ ചാല ഉണരാൻ ഇനി കുറച്ച് സമയം കൂടി വേണ്ടി വരും. തിരുവനന്തപുരം ചാലയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചന്തു ആണ് വിവരങ്ങൾ നൽകിയതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രാവിലെയുള്ള ഉത്രാടപ്പാച്ചിൽ കാഴ്ചകളൊക്കെ. പറഞ്ഞ പോലെ ഉത്രാട ദിവസമാണെങ്കിൽ പോലും ഇനി കുറച്ചൊന്ന് സജീവമായിട്ട് കുറച്ചും കൂടി സമയം എടുക്കും.